ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് ചൊരാളം ഒരു സൺഡേ ആയിട്ടാണ് കേട്ടോ. ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ സൺഡേ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അതുകൊണ്ടെല്ലാം പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ അരച്ച് വെച്ച മാവുണ്ടായിരുന്നു, അങ്ങനെ അതെടുത്ത് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചു. അപ്പോഴേക്കും കാശി വന്നു കഴിഞ്ഞാൽ ഓരോ കൊണ്ടണികൾ കാണിക്കാം, അത് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മിക്കപ്പോഴും അടിയിരിക്കുന്ന പാത്രങ്ങളാണ് അവന് കളിക്കാൻ വേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്ത് കയ്യിലൊക്കെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇന്നലെ വെച്ച കടലക്കറി ഉണ്ടായിരുന്നു, അപ്പോൾ കറി വെക്കേണ്ടി വന്നില്ല. മീൻ വണ്ടി വന്നപ്പോൾ ഉടനെ അവിടെ പോയി നോക്കണം. അത് സ്ഥിരമുള്ള പരിപാടിയാണ്. മീൻ വണ്ടി വരുമ്പോൾ അവിടെ പോയി നോക്കുക, ആൾ പോകുന്നവരെ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഞാൻ ദോശയ്ക്കുള്ള പരിപാടിയൊക്കെ നോക്കി. ഏട്ടന് കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം, എനിക്ക് പക്ഷേ നൈസായിട്ടുള്ള. ഇപ്പോൾ ഞാൻ അവിടെ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാർട്ടൂണിൽ വരച്ച് വന്നപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ വീണ്ടും ദോശ തിടാൻ തുടങ്ങി. അപ്പോഴേക്കും ഏട്ടനും കാശിയും കൂടെ വന്നു. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അപ്പോൾ ആ സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ. ഞങ്ങൾ മിക്കപ്പോഴും അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കിച്ചണിൽ. സൺഡേ ആണെങ്കിൽ, ലീവുള്ള ദിവസമാണെങ്കിലും ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് നിൽക്കാറ്. അവർ വെറുതെ അടുത്ത് നിന്നാൽ തന്നെ ഒരു വൈബല്ലേ. പിന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോറ് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ കുക്കറിലാണ് വെക്കണത്, എനിക്കിവിടെ അടുപ്പ് അങ്ങനെയുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം വേറൊരു അടുപ്പിൽ തേയിലയും വെച്ചു, മറ്റേ അടുപ്പിൽ അരിയും വെച്ചായിരുന്നു. അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും 2 വിസിലായി കഴിഞ്ഞാൽ ചോറ് റെഡിയാവും. പിന്നെ ബാക്കി കറികൾക്കുള്ള കാര്യങ്ങൾ നോക്കിയത്. അപ്പോഴേക്കും എനിക്ക് ഈ കിച്ചൺ ക്ലീനായിട്ടിടുന്നത് മെയിനായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ത് ചെയ്താലും അത് ക്ലീനാക്കി ഇടുക എന്നുള്ളതാണ്. അത് ചെയ്തില്ല അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പറയാണ്, ഞാൻ അവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് മൈ കിച്ചൺ മൈ റൂൾസ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനത് കഴിഞ്ഞു കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നീട് ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കി. ബീറ്റ്റൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീൻകറിയുടെ ഒക്കെ പരിപാടികളൊക്കെ ഏട്ടനാണ് ചെയ്യുന്നത്. മീൻകറി, ചിക്കൻ കറി, ഇതൊക്കെ ഏട്ടൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ. എനിക്ക് കൂടുതലും ചിക്കൻ കറിയാണ് ഇഷ്ടം. പിന്നെ ഞാൻ മുളക് കറി വെക്കാത്തില്ല, ഏട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ് മുളക് കറി. ഞാൻ തോരൻ്റെ പരിപാടിയൊക്കെ നോക്കി. അപ്പോഴേക്കും ഏട്ടൻ കാശിനെ കുളിപ്പിക്കുകയാണ്. കാശിക്ക് ഉറക്കം വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മീൻ പൊരിക്കായിട്ടിട്ട് ബാക്കി മീൻ കറി വെക്കുന്നത് ഏട്ടനാണ്. അതുകൊണ്ട് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കാശിനെ ഉറക്കാനായിട്ട് പോയി. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം ഏട്ടനാണ് ഇട്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് വീഡിയോ ഇടണം. ലോങ് വീഡിയോ ഇടാൻ തന്നെ കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ലോങ് വീഡിയോയെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല, ഞാൻ കൂടുതലും ഷോർട്സാണ് ഇടാറുള്ളത്. ലോങ് വീഡിയോ ഇടണോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടേ ഇല്ല. അങ്ങനെ എനിക്കറിയുന്നുള്ള കാര്യങ്ങൾ പുള്ളിക്കാരിക്കും പറഞ്ഞു കൊടുത്തു, പുള്ളിക്കാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തന്നു. മിക്കപ്പോഴും ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല സത്യം പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഈഗോ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് നന്നായി കാണുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടും ആയിരിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.